മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ മുഖമാണ് സരിതയുടെയും മുകേഷിൻ്റെയും. ഇവരുടെ വിവാഹ ജീവിതം തൊട്ട് തന്നെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇവരുടെ ജീവിതം. ഇപ്പോഴിതാ 30 വർഷങ്ങൾക്ക് ശേഷം മുകേഷിൻ്റെ പേര് സന്തോഷത്തോടെയും അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞും ഇപ്പോൾ സരിത എത്തുകയാണ്. സരിത പറയുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. എൻ്റെ മക്കൾക്കൊപ്പം ജീവിതം അനുഭവിച്ചറിയാൻ അവസരം നൽകിയ അവരുടെ അച്ഛനോടാണ് ഞാൻ നന്ദി പറയുന്നതെന്ന് സരിത പറയുന്നു. 30 വർഷത്തിന് ശേഷം ഒരിക്കൽ ആദ്യമായിട്ടാണ് സരിത മുകേഷിൻ്റെ പേര് നല്ല രീതിയിൽ വളരെ സന്തോഷത്തോടെ അഭിസംബോധന ചെയ്യുന്നത്. സരിത അനുഭവിച്ച യാതനകളെക്കുറിച്ചും സരിതയുടെ 2 മക്കൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന കാലത്തെക്കുറിച്ചുമൊക്കെ തന്നെ വളരെ സന്തോഷത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞുകൊണ്ടിരുന്ന സരിത ഇപ്പോഴിതാ ഇങ്ങനെ 2 മക്കളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു അനുഭവം തനിക്ക് ഉണ്ടാക്കി തന്നതിന് അവരുടെ അച്ഛനോട് തന്നെ ഞാൻ നന്ദി പറയുന്നു എന്നാണ് പറയുന്നത്. മാതൃദിനാശംസകളുടെ അന്ന് ഈ പോസ്റ്റ് പങ്കുവച്ചെങ്കിലും ഇപ്പോഴാണ് ഇത് വൈറലായി മാറുന്നത്. ലോകത്തിലെ എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ. ശരിക്കും 30 വർഷങ്ങൾ തികയുകയാണ്. ഒരു സിംഗിൾ മദർ എന്ന നിലയിൽ ഏറ്റവും കരുത്തയായ ഒരു അമ്മയായി ഞാൻ എന്നതിനെ ആഘോഷിക്കാൻ തുടങ്ങി. എൻ്റെ 2 മക്കൾക്കൊപ്പം ഈ ജീവിതം അനുഭവിച്ചറിയാൻ അവസരം നൽകിയ അവരുടെ അച്ഛനോട് ഞാൻ നന്ദി പറയുന്നു. അവർക്കൊപ്പം വളരുമ്പോൾ ഒട്ടനവധി കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത്. ഇപ്പോഴും ഓരോ ദിവസവും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെനിക്ക് പറയാൻ സാധിക്കുന്നു. ഞാനൊരു സിംഗിൾ മദറായിരുന്നുവെങ്കിലും ഒരു പക്ഷേ പഴയ ആ പാവം പെൺകുട്ടിയായി തന്നെ തുടർന്നേനെ. ജീവിതത്തിലെ ഒട്ടനവധി പ്രതിസന്ധികളെ മറികടക്കാൻ ദൈവം എനിക്ക് കരുത്ത് നൽകിയിട്ടുണ്ട്. ഓരോ ദിവസവും എൻ്റെ മക്കളുടെ മുഖം കാണുന്നതാണ് എനിക്ക് ജീവിക്കാനുള്ള പ്രചോദനം എന്ന് ഞാൻ കരുതുന്നു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഇന്ന് എനിക്ക് മനോഹരമായ സന്ദേശങ്ങൾ അയച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നാണ് ഇപ്പോൾ മക്കൾക്കൊപ്പമുള്ള പോസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ട് മുകേഷിന് നന്ദി അറിയിച്ചുകൊണ്ട് സരിത എത്തിയത്. ഇതോടെ സരിതയുടെ ഈ വീഡിയോയും ചിത്രങ്ങളും വൈറലാവുകയായി. കുറേയധികം നാളുകൾക്ക് ശേഷമാണ് മുകേഷിനോട് നന്ദി പറഞ്ഞ് സരിത എത്തുന്നത്. സരിതയും മുകേഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിനൊക്കെ ശേഷമാണ് പല താരങ്ങളും വേർപിരിയുമ്പോൾ അവരുടെ കാര്യങ്ങൾ മാധ്യമങ്ങളിലേക്ക് എത്തിക്കാതെ ആയത്. സരിതയും മുകേഷും തമ്മിലുള്ള പ്രശ്നം ഇവരുടെ ഇടയിൽ നിൽക്കുന്നതിന് പകരം മാധ്യമങ്ങൾ ഏറ്റെടുത്താണ് അത് വലിയ പ്രശ്നമായി മാറുകയും അതൊരിക്കലും സംസാരിച്ച് തീരാത്ത പ്രശ്നങ്ങളായി മാറുകയും ചെയ്തത്. അത് പലപ്പോഴായി തന്നെ ഇൻഡസ്ട്രിക്കുള്ളിൽ തന്നെ സംസാരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയതും. ഇപ്പോഴിത് ശ്രദ്ധിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം. സരിതയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് ഉള്ളത്. എപ്പോഴും തൻ്റെ മക്കളുമായി സന്തോഷമായി ജീവിക്കുന്നു എന്ന് സരിതയ്ക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് വളരെയധികം സന്തോഷത്തിലാണ് താരം നിൽക്കുന്നത്. അങ്ങനൊരു സന്തോഷം കൂടി സരിതയുടെ ഉള്ളിൽ ഇപ്പോഴുണ്ട്. അതും ഒരു നല്ല കാര്യം തന്നെയായി പറയാൻ സാധിക്കുന്നു. മലയാളി പ്രേക്ഷകർക്ക് അതൊരു നല്ല കാര്യമായി തന്നെ പറയാൻ സാധിക്കുന്നത് വളരെയധികം നല്ലതാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി എഴുതി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വളരെയധികം നന്നായി തന്നെ വൈറലാകുന്നുണ്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മുകേഷിൻ്റെ പേരൊന്നെടുത്ത് നല്ല രീതിയിൽ താരം പറഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ആരാധകർ എന്ന് തന്നെ പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.